ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഒരു അസാധാരണയായ കഥയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സ്ത്രീയെക്കുറിച്ച് ഖുർആനിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നരകത്തിൽ പ്രവേശിക്കുന്നവളായ ആ സ്ത്രീ ആരാണ്? അവൾ എന്തുകൊണ്ട് ഇത്രയും ക്രൂരയായി? അവളുടെ അന്ത്യം എങ്ങനെയായിരുന്നു? നമുക്ക് അവളുടെ ചരിത്രത്തിലേക്കൊന്ന് കടക്കാം. മക്കയിലെ ഇടുങ്ങിയ തെരുവുകളിൽ ഖുറൈശ് ഗോത്രത്തിന്റെ അഹങ്കാരം നിറഞ്ഞ കൊട്ടാരങ്ങളിൽ ഒരു പെൺകുട്ടി ജനിക്കുന്നുണ്ട്. അവളായിരുന്നു ഉമ്മു ജമീൽ. മക്കയിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന നേതാക്കളിൽ ഒരാളായിരുന്ന ഹർബ് ഉമയ്യയായിരുന്നു അവളുടെ പിതാവ്. ജനനം മുതൽ തന്നെ അവൾക്ക് ലഭിച്ചത് ഉയർന്ന പദവിയും ധനവും അധികാരവുമായിരുന്നു. പക്ഷേ ചെറുപ്പം മുതലേ അവൾ ഭയങ്കര അഹങ്കാരിയായിരുന്നു. അധികാരത്തോട് അതിയായ ആഗ്രഹം പുലർത്തിയിരുന്ന അവൾ അബൂലഹബിനെ വിവാഹം കഴിച്ചു. അബ്ദുൽ മുത്തലിബിന്റെ പുത്രനായ അദ്ദേഹം മക്കയിലെ ഏറ്റവും ധനികനും ശക്തനുമായിരുന്നു. അഹങ്കാരവും അധികാരവും ഇഷ്ടപ്പെടുന്ന ഉമ്മു ജമീലിന് ഈ വിവാഹം ഒരുപാട് ഇഷ്ടമായിരുന്നു. അബൂലഹബ് ഒരു വലിയ വ്യാപാരിയായിരുന്നു. ഉമ്മു ജമീൽ ഒരു സാധാരണ സ്ത്രീ ആയിരുന്നില്ല. തനിക്കിഷ്ടമില്ലാത്തവരെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശമാക്കാൻ അവൾ ശ്രമിച്ചു. അവളുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഭയമുണ്ടായിരുന്നു. ആളുകൾ തന്നെ ബഹുമാനിക്കുന്നത് നിർത്തുമോ? അവളുടെ അധികാരം നഷ്ടപ്പെടുമോ എന്നൊരു ഭയം. അങ്ങനെയിരിക്കെയാണ് മക്കയിൽ ആ വാർത്ത പടരുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന്. ഈ വാർത്ത ഉമ്മു ജമീലിന് ഒരു ദുരന്തം പോലെയായിരുന്നു. അവൾക്ക് സത്യം അറിയണമെന്നുണ്ടായിരുന്നില്ല. തൻ്റെ അധികാരം നഷ്ടപ്പെടരുത് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇസ്ലാം പരന്നാൽ ഉമയ്യ കുടുംബത്തിൻ്റെ ആധിപത്യം തകരും. ആ അഹങ്കാരത്തിൻ്റെ ലോകം ചിതറും. ഏറെ വൈകാതെ തന്നെ അവൾ ഇസ്ലാമിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നുണ്ട്. അവളുടെ ആയുധം അവളുടെ നാവായിരുന്നു. അവൾ മക്കയുടെ ചന്തയിൽ റസൂലിനെക്കുറിച്ച് നുണ പ്രചരിപ്പിക്കാൻ തുടങ്ങി. മുഹമ്മദ് ഒരു ഭ്രാന്തനാണ്, അദ്ദേഹം ഒരു ജാലവിദ്യക്കാരനാണ്, നിങ്ങളെ വഞ്ചിക്കൂ തുടങ്ങിയ പല കള്ളങ്ങളും അവൾ പ്രചരിക്കാൻ തുടങ്ങി. പിന്നീട് അവൾ പ്രവൃത്തി കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്ന വഴികളിൽ കല്ലുകളും മുള്ളുകളും ഇട്ടു തുടങ്ങി. പുതിയ വിശ്വാസികളെ ഭയപ്പെടുത്താൻ തുടങ്ങി. ഒരിക്കൽ കഅബക്കടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുകയായിരുന്നു. ആ സമയത്ത് അബൂലഹബും ഉമ്മു ജമീലും അവരുടെ ആൾക്കാരെ കൊണ്ട് മുത്ത് റസൂലിൻ്റെ മേൽ മാലിന്യം എറിയിപ്പിക്കുന്നുണ്ട്. അവൾ എന്തു ചെയ്തിട്ടും മുസ്ലിങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയായിരുന്നു. ഇത് ഉമ്മു ജമീലിനെ കൂടുതൽ ദേഷ്യക്കാരിയാക്കുന്നുണ്ട്. അവളുടെ ഏറ്റവും വലിയ ശത്രു ഖദീജ ബീവി ആയിരുന്നു. മക്കയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന സ്ത്രീയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഇസ്ലാമിൻ്റെ ആദ്യ വിശ്വാസിയായ ഖദീജ ബീവിയോട് ഉമ്മു ജമീലിന് വല്ലാത്ത അസൂയ തോന്നിത്തുടങ്ങി. അവൾ ഖദീജ ബീവിയെ മറ്റുള്ളവരിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് അവൾക്ക് മനസ്സിലായി ഖദീജ ബീവിയെ തകർക്കാൻ എളുപ്പമല്ല. ബാക്കി ചരിത്രം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇതുപോലെയുള്ള ഇസ്ലാമിക ചരിത്രങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യുക.